രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടായി വന്ന ഒരു കൂട്ടായ്മ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വന്നൊരു കൂട്ടായ്മ. അതാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി. അനീതി തഴച്ചു വളരുമ്പോൾ നിഗ്രഹം നടക്കണം, അതിന് അവതാരങ്ങൾ വേണ്ടാകും. ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ചില വൈദേശിക ശക്തികൾ യുവാക്കളെ തള്ളിപ്പറഞ്ഞു വിടുകയാണ് എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ? വൈ ഡോണ്ട് യു വെയിറ്റ് ആൻഡ് വാച്ച്? ഒരു റെയിൽവേ അപകടം സംഭവിച്ചപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി രാജിവെച്ച് മാതൃക കാട്ടിയ ഒരു രാജ്യമാണെന്ന് ഓർക്കണം. അതൊക്കെ അന്ധകാലം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കോക്രോച്ച് പാർട്ടി അവസാനിച്ചിട്ടില്ല. അവർ ഡൽഹിയിൽ പ്രകടനത്തിനൊരുങ്ങുകയാണ് ജന്തർ മന്ദറിൽ ജൂൺ 6-ന്, അതായത് ഈ മാസം 6-ന്. അഭിജിത് ദീപ് കെ ഇന്ത്യയിലേക്ക് എത്തുന്നു. എല്ലാവരെയും ഡൽഹിയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നുണ്ട്. വിമാനത്താവളത്തിലേക്ക് എല്ലാവരും എത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യവും അദ്ദേഹം ഒരു മുന്നറിയിപ്പായി പറയുന്നുണ്ട്, താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നും. പരിശോധിക്കാം നമുക്ക് കോക്രോച്ച് ജനതാ പാർട്ടി എങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മോടൊപ്പം ചേർന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. കോക്രോച്ച് പാർട്ടി വളരെ വലിയ രീതിയിൽ വേഗത്തിൽ അംഗസംഖ്യ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളർന്നൊരു പ്രസ്ഥാനമാണ് CJP. അതിനെതിരെ ശക്തമായ വിമർശനം വന്നു, സംശയമുണ്ടായിരുന്നു, ഒട്ടേറെ സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴിത് അവർ നേരിട്ട് മണ്ണിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും. ആ ഒരു ആഹ്വാനം വന്നിരിക്കുകയാണ്. നടക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് അങ്ങയുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ? വയലിൽ വെട്ടുക്കിളി ഇറങ്ങുക എന്നൊരു പ്രയോഗമുണ്ട്, അതെ, മലയാള ഭാഷയിൽ. അതായത് വൻതോതിൽ വെട്ടുക്കിളി വയലിൽ ഇറങ്ങിയാൽ അത് മുഴുവൻ വെളുപ്പിച്ച് നശിപ്പിക്കുമെന്നതാണ്. അതെ, ഇതൊരു ഭയമാണ്. അങ്ങനെ ഏതെങ്കിലും വയലിൽ വെട്ടുക്കിളി ഇറങ്ങി പൂർണ്ണമായി നശിപ്പിച്ചതായ ചരിത്രമില്ല. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വളർച്ച, വെട്ടുക്കിളിയുടെ വരവിനെ ചിലരെങ്കിലും ഓർമ്മിക്കുന്നു, അതിനോട് ഉപമിക്കുന്നു. അതുകൊണ്ട് ഇത് വിനാശകാരിയായ ഒരു കാര്യമാണ്. നിലവിലെ വ്യവസ്ഥകളെ, ഘടനകളെ വിമർശിക്കുന്ന ഒരു സംവിധാനം, പാർട്ടിയല്ല, ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ മാത്രമാണ്, ഒരു ആശയമാണ്. ഈ ആശയത്തെ വൻതോതിൽ യുവജനങ്ങൾ, ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് യുവജനങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് കരുതാൻ ന്യായമുണ്ട്. അതായത് യുവജനങ്ങളുടെ വർഷങ്ങളായുള്ള ചില ആവശ്യങ്ങൾ ആ ഒരു സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ ഒരു കക്ഷിയും, ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറായില്ല. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ആരെങ്കിലും കൃത്യമായി അഡ്രസ്സ് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഈ CBSE റിസൾട്ട് പോലും വലിയ ആശങ്കയ്ക്കാണ് ഇട നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടവർ പ്രകടനത്തിന് ഒരുങ്ങുന്നത്. അപ്പോൾ കൃത്യമായി ഒരു സബ്ജക്റ്റ് അവർക്ക് വീണ് കിട്ടിയിരിക്കുകയാണ്. അത് വ്യക്തമായ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോക്രോച്ച് പാർട്ടി കയറും, അല്ലേ? 1 കോടി ചെറുപ്പക്കാരാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്റ്റഡ് ആയിരിക്കും. 142 കോടി ജനങ്ങളിൽ 1 crore കണക്ക് പറയാം. ഏതാണ്ട് 40 ലക്ഷത്തോളം പേര് ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയുമായിട്ടുള്ള ക്രമക്കേടിൽ ഇരകളാക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ ഭാവി തുലാസിലാണ്. ഏതാണ്ട് 23 ലക്ഷം പേരാണ് നീറ്റ് പരീക്ഷ എഴുതി, 1/4 കോടിയോളം പേരാണ്. CBSE പരീക്ഷ, അതും 20 ലക്ഷത്തോളം പേരാണ്. ഇങ്ങനെ പല കാറ്റഗറി പരീക്ഷകൾ എല്ലാം തന്നെ കുളമാകുന്നു. അപ്പോൾ ഇതെല്ലാം പിടിപ്പുകേടാണ്. അപ്പോൾ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വ്യക്തി ഒരുപക്ഷെ നേരിട്ട് ഇതിനൊക്കെ അക്കൗണ്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ രാജ്യം ഒരു റെയിൽവേ അപകടം സംഭവിച്ചപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി രാജിവെച്ച് മാതൃക കാട്ടിയ ഒരു രാജ്യമാണെന്ന് ഓർക്കണം. അതൊക്കെ അന്ധകാലം. ഇപ്പോൾ 1 കോടിയോളം പേരുടെ ഭാവി വെച്ച് പന്താടിയ പരീക്ഷാ സംവിധാനം, അതിൻ്റെ തലപ്പത്തുള്ള മന്ത്രിയുടെ രാജി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി, അതിനുവേണ്ടി ചെറുപ്പക്കാരെ മുറവിളി കൂട്ടുന്നു എങ്കിൽ അത് സ്വാഭാവികമാണ്. ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി വേണമല്ലോ. പ്രതിപക്ഷം വേണ്ട രീതിയിൽ അത് ഏറ്റെടുത്തില്ല. കറക്റ്റ്. പ്രതിപക്ഷം സംസാരിച്ചു, ഇല്ലെന്ന് പറയുന്നില്ല. പ്രതിപക്ഷം ചിതറി നിൽക്കുകയല്ലേ.
ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷം നാലായി ചിതറി നിൽക്കുകയാണ്. മമത ഒരു വഴി പോകുന്നു, DMK തഴയുന്നു, കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് അങ്ങ് മുന്നേറാമെന്ന് വിചാരിക്കുന്നു, ആം ആദ്മി പാർട്ടി ഈ ബാൻഡ് ബാഗിൽ നിന്ന് ചാടി വെളിയിലിറങ്ങി, ഇങ്ങനെ ആകെ ചിതറി നിൽക്കുന്ന ഇന്ത്യ സഖ്യം. അപ്പം സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ പ്രതിരോധമുയർത്താൻ, പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷങ്ങൾക്ക് കഴിയാതെ പോകുമ്പോൾ നിലവിലെ രാഷ്ട്രീയ കക്ഷി ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ പ്രതിക്കൂട്ട് നിർത്തുകയാണ് യുവത്വം. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടായി വന്ന ഒരു കൂട്ടായ്മ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വന്നൊരു കൂട്ടായ്മ, അതാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി. അത് ഘടനയുടെ തലപ്പത്തുള്ള, അതായത് ജുഡീഷ്യൽ ഘടനയുടെ തലപ്പത്തുള്ള ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, പെട്ടെന്ന് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഈയാമ്പറ്റകളെ പോലെ അല്ലെങ്കിൽ പാറ്റകളെ പോലെയാണ് അവർ, സകലതും കരണ്ട് തിന്നുന്നു, അല്ലെങ്കിൽ പരാന്ന ജീവികളാണ്. ആ രീതിയിൽ പറയുമ്പോൾ ഇവിടെ ചെറുപ്പക്കാരുടെ അഭിമാനം വ്രണപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാത്രമല്ല, അതിൽ നിന്നും ഒരു ചായ്വാല എന്ന് പറഞ്ഞ് പരിഹസിച്ച, നരേന്ദ്രമോദിയെ പരിഹസിച്ച ഒരു കാലമുണ്ട്. അത് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. അപ്പൊ അതിൽ നിന്ന്, ആ നെഗറ്റീവ് പരാമർശത്തിൽ നിന്നും അല്ല തുച്ഛീകരണത്തിൽ നിന്നും ഊർജം കൈക്കൊണ്ടുകൊണ്ടാണ് മോദി വലിയൊരു വികാരമായി ഇന്ത്യയിൽ പടർന്നു കയറിയത്. സമാനമായ രീതിയിൽ കോക്രോച്ച് വളരെ ചെറിയൊരു ജീവി എന്ന നിലയിൽ തുച്ഛീകരിച്ച് കണ്ട ചീഫ് ജസ്റ്റിസിനെതിരെ ആയുധമാക്കുകയാണ്. അവിടെ വീട് കിട്ടിയ അവസരമാണ് പരീക്ഷാ ക്രമക്കേടുകൾ. അത് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരു വെഹിക്കിളിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ ഒരു പാർട്ടി രൂപീകരിച്ചില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ദിസ് ഗായ് ഈസ് ഫ്ലൈയിങ് ഇൻ ടു ഡൽഹി ഫ്രം ബോസ്റ്റൺ. അമേരിക്കയിൽ നിന്നും ഡൽഹിയിലേക്ക് പറന്നിറങ്ങുന്നു. ഒരുപക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന ഭയാശങ്ക അഭിജിത് ദീപ്കെ പ്രകടിപ്പിക്കുന്നു. അത് മാത്രമല്ല, ജന്തർ മന്ദർ, ഏറെ പോരാട്ടങ്ങൾ, പ്രതിഷേധങ്ങൾ കണ്ട ഡൽഹിയിലെ മണ്ണാണ്. രാംലീല മൈതാൻ, അതുപോലെ ജന്തർ മന്ദർ, ഇവിടൊക്കെ പലതരം ഭൂതകാലത്ത് നമുക്കറിയാമല്ലോ, രാംലീല മൈതാനത്ത് അണ്ണാ ഹസാരെയും കൊണ്ട് നടത്തിയ പ്രതിഷേധം 2013-14 കാലഘട്ടത്തിൽ, അതിൻ്റെ സന്തതിയാണ് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി. അതിനേക്കാൾ പ്രയോജനമുണ്ടാക്കിയത് BJP ആണ്. കാരണം അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെ അതിശക്തമായ പോരാട്ടമാണ്. അതിന്റെ പ്രയോജനം BJP പിന്നീട് തിരഞ്ഞെടുപ്പിലെടുത്തു എന്നതും പ്രസ്താവ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ പുതിയ ഒരു രാഷ്ട്രീയത്തിന്റെ തുയിലുണർത്തു പാട്ടാണോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അങ്ങനെ ആകാനുള്ള സാധ്യത ഭാരതീയ ജനതാ പാർട്ടി ഒരു പക്ഷേ ഭയക്കുന്നുണ്ട്. മറ്റ് കക്ഷികൾ ഉൾപ്പെടെ അവരുടെ പ്രതിപക്ഷത്തെ, അവരുടെ ഒരു അസ്തിത്വം പോലും വെല്ലുവിളിക്കപ്പെടുന്ന രീതിയിലാണ് ചെറുപ്പക്കാർ. മാത്രമല്ല, നമ്മുടെ മുമ്പിൽ പല പ്രക്ഷോഭങ്ങളും ഉണ്ട്. ചെറുപ്പക്കാർ നയിക്കുകയും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത മൂവ്മെന്റ്സ് ഉണ്ട്, പരാജയപ്പെട്ട മൂവ്മെന്റ്സും ഉണ്ട്. നോക്കൂ, ആസാം ഗണപരിഷത്ത്, ഗണസംഗ്രാം പരിഷത്ത്, അതൊക്കെ ചേർന്ന് AGP, ആസാം ഗണ പരിഷത്ത് എന്നുള്ള ഒരു പാർട്ടി ഉണ്ടായി. അത് സ്റ്റുഡൻസിന്റെ പാർട്ടിയാണ്. ആസാം സ്റ്റുഡൻസ് യൂണിയൻ, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ. താലിബാൻ എന്നത് പാർട്ടിയാണ്, പാർട്ടിയല്ല, ഒരു പ്രസ്ഥാനമായിട്ട് വന്നതാണ്. സ്റ്റുഡൻറ് മൂവ്മെന്റ് ആയിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ. അത് ഒരു നെഗറ്റിവിസ്റ്റ് മോഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വർഗീയ ഒരു പരിപ്രേക്ഷ്യമുള്ള ഒരു യൂത്ത് മൂവ്മെന്റ് ആയിരുന്നു. ഇതൊക്കെ ഭരണകൂടമായി മാറി, അഫ്ഗാനിസ്ഥാന്റെ ഭരണകൂടമായിട്ട് മാറി താലിബാൻ. അത് അംഗീകരിക്കുമെങ്കിലും ഇല്ല എങ്കിലും അത് സംഭവിച്ചു. ആസാമിൽ ഭരണകൂടമുണ്ടായി, AGPയുടെ ഭരണകൂടമുണ്ടായി. അതുപോലെ വടക്കൻ ആഫ്രിക്കയിൽ മുല്ലപ്പൂ വിപ്ലവം ഭരണകൂടങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ടുണീഷ്യയിൽ തുടങ്ങിയതാണ്. മുല്ലപ്പൂ ടുണീഷ്യയുടെ ദേശീയ പുഷ്പമായിരുന്നല്ലോ. ടുണീഷ്യയിൽ തുടങ്ങി അൾജീരിയയിലൂടെ ഈജിപ്തിലെത്തി, ലിബിയയിലെത്തി, അവിടെ ആകെ ഗവൺമെന്റുകളെ തകിടം മറിച്ച പ്രക്ഷോഭം. അപ്പൊ ഇതെല്ലാം കാട്ടുന്ന, ഇനി എന്തിനും ബംഗ്ലാദേശിലെ ഈ ജനകീയ പ്രക്ഷോഭം പോലും അതിന് പിന്നിൽ മറ്റ് നുഴഞ്ഞുകയറ്റക്കാരുണ്ട് എന്നത് വാസ്തവമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ പിന്തുണയുണ്ടായിരുന്നു. അവർ നുഴഞ്ഞു കയറി യൂത്ത് മൂവ്മെന്റിനെ വേറൊരു രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്ത് കൊണ്ടുപോയി. അതുപോലെ നമ്മുടെ വടക്കൻ രാജ്യമായ നേപ്പാളിൽ സംഭവിച്ചു ജൻസി പ്രക്ഷോഭം. സമാനമായ രീതിയിൽ ഭാരതത്തിന്റെ ഭരണകൂടത്തെ ആണോ ഈ പാറ്റകൾ ലക്ഷ്യം വയ്ക്കുന്നത്? പാറ്റകൾ പാർട്ടിയായിട്ടില്ല. പാർട്ടി എന്ന് പറയുമ്പോഴും അവരെ ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആഘോഷം എന്ന രീതിയിലുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയാണ്, അല്ലാതെ രാഷ്ട്രീയ കക്ഷിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനു മുൻപായി ഒരു മൂവ്മെന്റ് എന്ന നിലയിൽ, ഇപ്പോൾ ഒരു മൂവ്മെന്റായി, ആ മൂവ്മെന്റ് എന്ന നിലയിൽ ശാരീരിക സാന്നിധ്യം അറിയിക്കാൻ പോവുകയാണ്. ജൂൺ മാസം 6-ാം തീയതി ജന്തർ മന്ദറിൽ വല്ലതുമൊക്കെ സംഭവിക്കുമെന്ന്
ചിലരെങ്കിലും കരുതുന്നു, കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. ചിലരൊക്കെ ഭയാശങ്കയിലുമാണ്. തീർച്ചയായിട്ടും. പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10 വർഷത്തിലേറെയായി ഒരാൾ ഭരിക്കുന്നു, പ്രധാനമന്ത്രിയായി തുടരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്താലും ഉണ്ടാകുന്ന ഒരു മടുപ്പുണ്ടാകും. അതൊരു വശത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായി അതിൻ്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കുകയോ അതിന് റെമഡി നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ CBSE പുനർമൂല്യനിർണ്ണയത്തിന് കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പ്ലസ് ടു അതെ, അതെ. ഉത്തരക്കടലാസുകൾ കൃത്യമായി അവർക്ക് നൽകാൻ സാധിക്കുന്നില്ല. അത്രയേറെ ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയം അവർ ഹാൻഡിൽ ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി കിട്ടേണ്ടത് തന്നെയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ജന്മത്തിന് വഴിവെച്ച അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു വികാര അനുകൂലാവസ്ഥ ഇവർക്ക് ഒപ്പം നിന്നേക്കും എന്നൊരു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 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 ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം ഇത് കുട്ടികളുടെ ഭാവി വെച്ചുള്ള കളിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എങ്കിലും ഏറ്റെടുത്ത് മാറേണ്ടത് ആയിരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിമർശകരുടെ വായടപ്പിക്കാമായിരുന്നു. അതിനൊപ്പം ഈ സിസ്റ്റത്തിൽ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഴിമതി ആവർത്തിച്ചുകൊണ്ടേയിരുന്നപ്പോഴാണ് ഒരു സർക്കാർ നിലം പതിച്ചത്. അവർക്ക് തിരിച്ചു വരാൻ പോലും സാധിച്ചിട്ടില്ല. ഇവിടെ പരീക്ഷ നീറ്റ് പരീക്ഷ, അതുപോലെ തന്നെ ഇത് ഇപ്പോൾ CBSE പരീക്ഷാ റിസൾട്ട്, ഇതൊക്കെ പരിഹരിക്കപ്പെടുന്നില്ല, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമാനമായ ഒരു സാഹചര്യത്തെ അങ്ങ് കാണുന്നുണ്ടോ? കാരണം നമ്മൾ മറ്റ് പല മൂവ്മെൻറ്റുകളും നോക്കുമ്പോൾ അതിനെല്ലാം നമ്മൾ തള്ളിക്കളയുന്നു. ഈവൻ കോക്രോച്ച് പാർട്ടിയുടെ തുടക്കത്തിലെ സംഭവങ്ങൾ പോലും എല്ലാവരും സംശയത്തിലാണ് കണ്ടിരുന്നത്. ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന്. ഇപ്പോഴും അതിൻ്റെ ഒരു സംശയത്തിൻ്റെ കണിക അവിടെ ഉണ്ട് എങ്കിൽ തന്നെയും അവസരം അവർക്ക് വീണ് കിട്ടുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ആം ആദ്മി പാർട്ടിയുടെ ജന്മത്തിന് വഴിവെച്ച ഒരു സാഹചര്യം ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും നിലനിൽക്കുന്നുണ്ടോ? അനീതി തഴച്ചു വളരുമ്പോൾ നിഗ്രഹം നടക്കണം, അതിന് അവതാരങ്ങൾ വേണം. ഉണ്ടാകും. അത് പൊതുവേ ഉള്ളൊരു ധാരണയാണ്. അതെൻ്റെ കാവ്യനീതിയുമാണ്. അതാണ് അതിൻ്റെ ഒരു രീതി ശാസ്ത്രം. ഇവിടെ 2013-14 സമയത്ത് ഇന്ത്യ മുന്നണിയുടെ മുൻ രൂപമായ UPA ഘടകകക്ഷിയായ DMKയുടെ മന്ത്രിമാരൊക്കെ നടത്തിയ അഴിമതി, കോൺഗ്രസ് മന്ത്രിമാർ ഉൾപ്പെടെ നടത്തിയ അഴിമതി വളരെ ആഴത്തിൽ ഡീപ്പ് റൂട്ടഡ് സിസ്റ്റമാണ്. നീതിമാനായ ഒരു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളില്ല. പക്ഷേ അദ്ദേഹം നയിച്ച മന്ത്രിസഭയുടെ തലപ്പത്ത് അദ്ദേഹം മാപ്പുസാക്ഷിയായി ഇരിക്കേണ്ടി വരുന്നു. ആ ഒരു നിസ്സഹായ അവസ്ഥ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല. അന്ന് നിലവിലുണ്ടായിരുന്ന പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിലും അവരുമല്ല ഇത് ടേക്കപ്പ് ചെയ്തത്. അങ്ങനെയാണ് ഒരു പുതിയ അരാഷ്ട്രീയ കൂട്ടായ്മ, ഈ റാലെഗവോൾ സിദ്ധിയിൽ നിന്നുള്ള സിദ്ധൻ, അദ്ദേഹമാണല്ലോ അണ്ണാ ഹസാരെ, അദ്ദേഹം ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി, ഒരു വാക്യൂം കണ്ടെത്തി. അപ്പോൾ അവിടെ രാഷ്ട്രീയമായ പോരാട്ടമല്ല, പാർട്ടികൾ എന്നുള്ള പോരാട്ടമല്ല അണ്ണാ ഹസാരയുടെ മനസ്സിലിരുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അന്ന് ഉയർത്തിയൊരു ചിന്തയുണ്ട്. എന്താണ്? ഒരു ബദലുകൾ വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു കാര്യം തെറ്റെന്ന് നമുക്ക് പറയാം. കറക്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് CBSE പരീക്ഷകളിലെ നടത്തിപ്പ് പരാജയമാണെന്ന് പറയാം. വാട്ട് ഡു യു ഹാവ് ടു സേ? ഡു യു ഹാവ് ആൻസേഴ്സ്? ഡു യു ഹാവ് റെമഡീസ്? ഡു യു ഹാവ് എനി സജഷൻ? ഇത് ഞങ്ങൾക്ക് സജഷൻ ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് ഈസ് ദ ആൾട്ടർനേറ്റീവ്? യെസ്. അത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ കക്ഷിയാണ്. ഒരു ഘടന മാറി മറ്റൊരു ഘടന വരണമെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാകണം, ഒരു വെഹിക്കിൾ ഉണ്ടാവണം. ആ വെഹിക്കിൾ എന്ന നിലയിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹിക മാധ്യമ കൂട്ടായ്മ മാത്രമാണ് CJP. പേരിലൊരു പാർട്ടി ഉണ്ടെങ്കിലും രാഷ്ട്രീയ കക്ഷിയെ അല്ലത്. പക്ഷെ നാളുകളിൽ രാഷ്ട്രീയ കക്ഷിയായി കൂടായികയില്ല. അണ്ണാ ഹസാരെ പറഞ്ഞു, തൻ്റെ ശിഷ്യനായ അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞു, നമുക്ക് ഒരു പാർട്ടി രൂപീകരിക്കുക എന്നതല്ല ലക്ഷ്യം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ദ മീൻസ് ജസ്റ്റിഫൈസ് ദ എൻഡ്. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു എന്ന് ഈ ഗാന്ധിയൻ രീതിയിലും പറയാം. കറക്റ്റ് മാർഗം ഉപയോഗിക്കുന്നു. അത് അധികാരം പിടിച്ചെടുക്കുക എന്ന മാർഗമല്ല എന്ന് ഗാന്ധിയനായ അണ്ണാ ഹസാരെ പറഞ്ഞപ്പോൾ, അല്ല, തിരിച്ചാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിനെന്തു മാർഗവും സ്വീകരിക്കാം എന്ന രീതിയിൽ ഇദ്ദേഹം നീങ്ങി. അവിടെയാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ രീതികളിലേക്ക് ഇദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ നീങ്ങിയപ്പോഴാണ് ആം ആദ്മി പാർട്ടിയും മറ്റു പാർട്ടികളും തമ്മിൽ നമ്മൾ മുൻപുണ്ടെന്ന് കരുതിയ വ്യത്യാസമൊന്നുമില്ല എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ വെറും നീലക്കുറുക്കൻ മാത്രമായിരുന്നോ, ബ്ലൂ ജക്കോൾ ആയിരുന്നോ അരവിന്ദ് കെജ്രിവാൾ
സമാനമായ ചോദ്യമാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കയോട് ദീപ്കയുടെ ചോദിക്കുന്നത്. ചോദ്യം. പ്രത്യേകിച്ച് വലിയ പ്രത്യേകതയൊന്നും ഇല്ലാത്ത പൂനാക്കാരനായ ഒരാൾ, മഹാരാഷ്ട്രക്കാരൻ. അദ്ദേഹം ഈ ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ച് നിന്നൊരാളാണ്. അദ്ദേഹം പെട്ടെന്നൊരു ആശയം തോന്നി, അമേരിക്കയിൽ പോയി പഠിക്കണമെന്ന് തോന്നി, പബ്ലിക് റിലേഷൻസ് അവിടെ പോയി പഠിക്കുന്നു. അതിനുശേഷം ജോലിയൊന്നുമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ വീട് കിട്ടിയ ഒരു പരാമർശം, അതിനെ ഒന്ന് വെറുതെ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ, അതങ്ങ് വൈറലായി. ഒരു പേജ് തുടങ്ങുന്നു, ഇൻസ്റ്റാ പേജിൽ നിമിഷാർത്ഥം കൊണ്ട് 6 ദിവസം കൊണ്ട് 2.25 കോടി ആളുകൾ ചേരുകയാണ്. അപ്പോൾ ഇതൊരു വലിയ വൈറൽ. എന്തുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ വൈറലാകുന്നു എന്ന് ചോദിച്ചാൽ, ജനം കേൾക്കാൻ ആഗ്രഹിച്ചത് വരുമ്പോൾ വൈറലാകും. ആ വൈറലാകുന്നതിനെ, വൈറലായതെല്ലാം റിയൽ ആവുമോ എന്നതാണ്. അതെല്ലാം തന്നെ നടപ്പിൽ വരുമോ, അത് ഒരുപാട് ഈഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ട്. നമ്മുടെ പ്രക്രിയ തന്നെ മാറുന്നു. അത് വളരെ മാറ്റം വേദനാജനകമാണ്. അത് രാഷ്ട്രീയ കക്ഷികൾ, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. 12 വർഷമായി നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ഒരു സ്വാഭാവികമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകും. പക്ഷേ ഈ സിസ്റ്റത്തിലെ പ്രതീക്ഷ യുവജനങ്ങൾ നഷ്ടപ്പെട്ടു. കോൺഗ്രസിനെ അവർക്ക് വിശ്വാസമല്ല, അല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ വിശ്വാസമല്ല. BJPയിൽ നിന്നും അവർ ഉദ്ദേശിച്ച കാര്യം ലഭിക്കുന്നതുമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്ത്? പരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്ന കാലമാണല്ലോ യൂത്ത് ഹുഡ് എന്ന് പറയുന്നത്. അത് തയ്യാറായിരിക്കുന്നു. ഇത് മനസ്സിലാക്കി അഭിജിത്ത് ദീപ്കെ ഒരു കളി കളിച്ചതാണ്. അത് തെറ്റെന്ന് പറയാനാവില്ല. ഇത് ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ വിത്തൗട്ട് ആംസ്, ഫ്രീഡം ടു ട്രാവൽ, ഇതെല്ലാം അഭിജിത്ത് ദീപ്കയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും ഈ പുതിയ CJP എന്ന് പറയുന്ന പേജിന്റെ ഫോളോവേഴ്സും എല്ലാം അനുഭവിക്കുന്നു. ഇന്ത്യയുടെ നിയമവ്യവസ്ഥ എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നിന്നുള്ള എവിടെയും കൂടുതൽ എന്താണ് തടസ്സം? അവർ തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു. ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ അവകാശമില്ലേ? ഉണ്ടല്ലോ. ഇതൊക്കെ അടിച്ചമർത്തണം. ഇതുവരെ രാജ്യദ്രോഹികളായി കാര്യം പറയുന്നവരെ, രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന, രാജാവിനെ വിമർശിക്കുന്നവരെ മുൻകാലങ്ങളിൽ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നത് മാതിരി ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അത് ശരിയാണോ? അല്ലെങ്കിൽ ചില പ്രൊജക്ഷൻസ് വെച്ചിട്ട് അയൽ രാജ്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇവിടെയും ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ചില വൈദേശിക ശക്തികൾ യുവാക്കളെ തള്ളിപ്പറഞ്ഞു വിടുകയാണ് എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ? വൈ ഡോണ്ട് യു വെയിറ്റ് ആൻഡ് വാച്ച്? വൈ ഡോണ്ട് യു അഡ്രസ് ദ ഗ്രീവൻസസ് ദേ പോസ്? ഇവർ പറയുന്ന കാര്യങ്ങൾ, പാർട്ടി എന്തുമാകട്ടെ, പേരെന്തുമാകട്ടെ, പക്ഷെ പറയുന്നതിൽ പാളിച്ച പറ്റി എന്ന് സമ്മതിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അത് പരിഹരിക്കാൻ തയ്യാറാണോ? ഭരണകൂടം പരിഹരിക്കാൻ തയ്യാറാണോ? പ്രതിപക്ഷം അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? എങ്കിൽ പാർട്ടികൾ അങ്ങ് പോകും. ഹിറ്റൊന്നും അടിക്കണ്ട, പിരിഞ്ഞു പോകും. അവർക്ക് വേണ്ട ആഹാരം അവിടെ ഇല്ല. ഈ പാർട്ടികൾക്ക് ആഹാരം എന്താണ്? ഇവിടുത്തെ കെടുകാര്യസ്ഥത, അഴിമതി, അരാജകത്വം, കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇതാണ് ആഹാരം. ആ ആഹാരമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അതില്ലാതായി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഈ പാറ്റകൾ എവിടെയാണ് പെരുകുന്നത്? അഴുക്കും പുഴുക്കും ഒക്കെ ഉള്ളിടത്താണ്. ഇതില്ലാതെ ആയിക്കഴിഞ്ഞാൽ, ഇവിടം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ നിലത്തിൽ പാറ്റകൾക്ക് അസ്തിത്വം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാവുമോ എന്നതാണ് ദ $1 ബില്യൺ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഇതിപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവർ ഇതിനെ അനായാസം നേരിടാം എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസമുണ്ട് എങ്കിൽ അവർക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ദേ ഷുഡ് അഡ്രസ് ദ ഇഷ്യൂ, കോർ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാതെ യാതൊരു മാർഗവും ഇല്ല ഇതിൽ നിന്നും. ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പ്രതിഷേധങ്ങളും എതിർസ്വരങ്ങളും ഉയർന്നു വരിക തന്നെ ചെയ്യും. നമ്മുടെ രാജ്യത്തെ എതിർസ്വരങ്ങളെ അടിച്ചമർത്താൻ ആർക്കും സാധിക്കില്ല. അത് രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് ശ്രമിച്ചില്ലേ? ഈ പ്രസ് സെൻസർഷിപ്പിലൂടെ, മാധ്യമ നിരോധനത്തിലൂടെ ഈ കഠിനമായ ശ്രമങ്ങൾ നടത്തി രാഷ്ട്രീയ പ്രതിയോഗികളെ, സ്വന്തം പാർട്ടിയിലെയും മറ്റ് പാർട്ടികളിലെയും പ്രതിയോഗികളെ അകത്താക്കി. ഇന്ത്യ തിരിച്ചു വന്നില്ലേ? അടിയന്തരാവസ്ഥ എടുത്ത് തോട്ടിക്കളഞ്ഞില്ലേ? പുതിയ ഭരണകൂടം ഉണ്ടായില്ലേ? അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയെ നമ്മൾ പരിമിതപ്പെടുത്തി കാണാൻ ആവില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം, ഇവിടെ ഒരു രോഗമുണ്ട്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെയാണ് ഇപ്പൊ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ ചികിത്സിക്കുന്നില്ല. സമഗ്രമായ ഹോളിസ്റ്റിക് ചികിത്സ എന്താണ്? ഒരു രോഗമുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാൻ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, ഡയഗ്നോസ് ചെയ്യണം. നമ്മുടെ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഉദാഹരണത്തിന് വിദ്യാഭ്യാസം, ഇപ്പൊ നമ്മൾ സംസാരിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ചില പാളിച്ചകൾ പറ്റി ഒരു രോഗമുണ്ട്, രോഗാതുരമായി മാറിയിരിക്കുന്നു. അവിടെ മാറ്റങ്ങൾ ആവശ്യമാണ്. അത് ഡയഗ്നോസ് ചെയ്യപ്പെടണം. ഇവിടെ രോഗമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ഒരു ചെറിയ പനി വന്നതുപോലെ ഉള്ളൂ.
എന്ന് പറഞ്ഞു മാറാം. ഒട്ടകപക്ഷി തല മണ്ണിൽ പൂഴ്ത്തിവെക്കുന്ന പോലെ പോലെ. അത് ചെയ്തു. അത് മാത്രമല്ല, ലോകത്തിന്റെ സിംറ്റംസിനെയാണ് ചികിത്സിക്കുന്നത്. ഉം. തൽക്കാലം ഈ പറയുന്ന പാരസെറ്റമോൾ കഴിച്ചാൽ ഏതെങ്കിലും രോഗം മാറുമോ? പനി കുറയുമെന്നല്ലാതെ അതൊരു ചികിത്സയാകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ ആഴത്തിലുള്ള ചികിത്സ വേണം, സമഗ്രമായ ചികിത്സ വേണം, പരിഹാരങ്ങൾ വേണം. അത് മാത്രമല്ല, റിസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം, ദ സോഷ്യൽ സിസ്റ്റം. അവിടെയാണ് അവിടെ പാറ്റ എന്ന് പറയുന്നത് ചെറിയൊരു വാക്കല്ലത്, വലിയൊരു പ്രതീകമാണ്. ആ പ്രതീകം മനസ്സിലാക്കാനുള്ള ത്രാണി ഇന്ത്യയിലെ യുവജനങ്ങൾ കൈവരിച്ചു എന്നത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നേട്ടം കൂടിയാണ്. കാരണം അവർക്ക് ചിന്തിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ് പാറ്റ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, വേറൊന്നും പറഞ്ഞാൽ ശരിയല്ല, പാറ്റ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ കഴിയും. അവർക്ക് സ്വന്തം ജീവിതവുമായി എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരുള്ള രാജ്യമാണ്. ഏറ്റവും അധികം അസംതൃപ്തിയുള്ള മേഖല അതാണ്, തൊഴിൽ രാഹിത്യം. അതെ. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ BJP ഉൾപ്പെടെ പറയുന്നത് എന്താണ്? അവർ ധാരധാരയായി വന്ന് വോട്ട് ചെയ്തില്ലേ? ബംഗാൾ തെരഞ്ഞെടുപ്പിലെ വോട്ട് ടേൺ ഔട്ട് നോക്കൂ, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്തുകൊണ്ട് നോട്ടയ്ക്ക് കുത്തിയില്ല? അതെ. ഇതൊക്കെ എന്ത് ചോദ്യമാണ്? പക്ഷേ ഇവിടെ ഒരു വിഷയം ഉണ്ട് എന്ന് നിസ്സംശയം പറയാം. അതെ. പക്ഷെ ആ വിഷയം BJPയുടെ മാത്രം കുറ്റമല്ല, അത് NDAയുടെ കുറ്റമല്ല, മോദിയുടെ കുറ്റമല്ല, അത് സംവിധാനത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തേക്ക് ചേരാത്തത്. അല്ലെങ്കിൽ ഇവരെല്ലാവരും ചേർന്ന് പ്രതിപക്ഷ ബാൻഡ് വാഗണിൽ ചാടിക്കേറിയാൽ മതിയല്ലോ. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഒരു പുതിയ പരീക്ഷണത്തിന് ഭാരതം പക്ഷേ ഒരു പുതിയ പരീക്ഷണത്തിന് ഭാഗമായിട്ടുണ്ടോ എന്നതാണ് ഇവിടെ വരുന്ന വലിയ ചോദ്യം. തീർച്ചയായിട്ടും ഈ കോക്രോച്ച് പാർട്ടിയുടെ ഇനിയുള്ള സ്റ്റെപ്പുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചാണ് നമ്മൾ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു അഭിജിത്ത് ദീപ്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അണ്ണാ ഹസാരയെ പോലെ വിശ്വസിക്കില്ല. കാരണം അണ്ണാ ഹസാര എവിടെ നിൽക്കുന്നു, അഭിജിത്ത് ദീപ്കെ എവിടെ നിൽക്കുന്നു, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. നമുക്ക് നമ്മുടെ രാജ്യം തരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ അതെന്തിനു വേണ്ടിയാണ്? അത് വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്യുതികളെ സംബന്ധിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ആരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻപ് ആം ആദ്മി പാർട്ടിയുടെ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അണ്ണാ ഹസാരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇവരുടെ അടുത്ത ചുവടുവയ്പ്? ഇതൊക്കെ അറിയാവുന്ന വിദ്യാസമ്പന്നർ തന്നെയാണ്. എങ്കിലും ഈ നവമാധ്യമത്തിന്റെ കാലത്ത് എന്ത് വിദ്യാസമ്പന്നർ, ഒരു മുഖമുണ്ടോ? അതെ. അഭിജിത്ത് ദീപ്കയെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഇപ്പോൾ നിലവിൽ ഈ നെറ്റിൽ നോക്കിയാൽ കിട്ടുന്ന വാർത്തകളല്ലാതെ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം എന്താണ്, റിയൽ മോട്ടീവ്സ് എന്താണ്, അദ്ദേഹം അമേരിക്കയിൽ ആരുടെയെങ്കിലും ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുകയാണോ, അതെ, അദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, കറക്റ്റ്, രാജ്യവിരുദ്ധ ശക്തികളുണ്ടോ? ഈ ന്യായമായ സംശയങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് അനാവശ്യമായ സംശയങ്ങൾ, ഈ ഒരു ബാൻഡ് വാഗണിൽ ചെല്ലുന്ന എല്ലാവരും രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്നതിനാണ്. അതുകൊണ്ട് അഭിജിത്ത് ദീപ്കയെ കുറിച്ച് അന്വേഷിക്കണം. അനാവശ്യമായ ഒരു പീഡനം ആ രീതിയിലല്ല, അന്വേഷണം നടത്തണം. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻസ് അത് കൃത്യമായി വരവെക്കണം. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ മഹാത്മാഗാന്ധി പോലും ഈ ഇന്ത്യയിൽ നിന്നല്ല അന്തിമമായി ലാൻഡ് ചെയ്തത്. പോർബന്തറിലൊന്നും അധികം ക്ലച്ച് പിടിക്കാതെ അങ്ങ് പോയതാണ്. മെച്ചപ്പെട്ട തൊഴിലവസരം തേടി പോയതാണ്, അല്ലേ? ഇംഗ്ലണ്ടിൽ ബാററ്റിലോ അല്ലേ വക്കീലായിരുന്നു. ഇംഗ്ലണ്ടിൽ പഠിച്ചയാൾ ഇന്ത്യയിൽ വന്നിട്ട് പോലും കാര്യമായ കരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ടാവാതെ സൗത്ത് ആഫ്രിക്കയിൽ ജോലി തേടി പോയി അവിടുത്തെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അവിടെ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ നമ്മൾ ഇന്നറിയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് പോർബന്തറിലല്ല. നമ്മളറിയുന്ന ഗാന്ധി ജനിച്ചത് പീറ്റർ മാരിറ്റ്സ്ബർഗിലെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ, റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ഉന്തി ഇടപെട്ട ഗാന്ധി അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മളറിയുന്ന ഗാന്ധി ഉണ്ടായത്. മറ്റേത് ഒരു മോഹൻദാസ് ജനിച്ചു വീണു പോർബന്തറിൽ, അതിൽ കൂടുതൽ അർത്ഥം അതിൽ കാണാനില്ല. പക്ഷെ അവിടെ അഭിജിത്ത് ദീപ്കെ എന്ന വ്യക്തി ഒരു പ്രത്യേക നിർണായക സമയത്ത് ഈ പറയുന്ന, അപ്പം അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിച്ച ഒരു വിഷയമല്ല. വ്യക്തിപരമായി ബാധിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോലും അദ്ദേഹം തൊഴിൽ രഹിതനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ തൊഴിൽ ലഭിക്കാൻ ഉപരിപഠനത്തിന് പോയി, വേണമെങ്കിൽ അവിടെ ഒരു ജോലി തേടാം. അദ്ദേഹത്തിന് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ക്യൂ നിൽക്കുകയാണ്, ഞങ്ങൾ തരാം ജോലി. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയായി മാറി. അപ്പോൾ അതുവരെ ആരും തിരിച്ചു നോക്കാത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻസ് എന്താണ്? ഈ ഓഫർ എല്ലാം നിരസിച്ച് കുറച്ചുകൂടെ ലുക്രറ്റീവ് ഓഫറാണോ രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം അതിനേക്കാൾ വലിയ ഒരു ഓഫറാണോ അദ്ദേഹത്തിന് നൽകുന്നത്? അങ്ങനെയുള്ളൊരു ബിസിനസ്സുകാരനാണോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിസിനസ്മാൻ ആണോ അഭിജിത്ത് ദീപ്കെ? അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇതിൽ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഓക്കെ, ഇവരുടെ പിന്നിൽ ആര് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ
ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്കെ ഇത് ഈ ഒരു പ്രശ്നം പരിഹരിച്ചതുകൊണ്ട് അവർക്ക് നാണക്കേടൊന്നും വരാനില്ല, അവരുടെ മുഖം നഷ്ടപ്പെടുന്നു എന്നുമില്ല. അവർ ഒരു വിഷയം കണ്ടു, അതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുക എന്നുള്ള ആ ഒരു നടപടിയിലേക്ക് വേഗം പോകണമെന്നാണ് തോന്നുന്നത്, അല്ലേ സാർ? അല്ലേ, അത് ഒരു എന്തിന് പരിഹാരം ആവശ്യമാണ്. ഇവിടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാതെ വരുമ്പോൾ ഭരണപക്ഷത്ത് ജീർണതയുണ്ടാകും. സംവിധാനത്തിന് അത് ഏതെങ്കിലും വ്യക്തിയുടെയോ പാർട്ടിയുടെയോ ഒന്നും പ്രശ്നമല്ല, അതൊരു സംവിധാനം ജീർണിക്കുകയാണ്. അത് നിരന്തരമായ തിരുത്തലുകൾക്ക് വിധേയമായി വേണം ഒരു സംവിധാനം മുന്നോട്ട് പോകാൻ. അതില്ലാതെ വരുമ്പോൾ ഈ സ്വാഭാവികമായ ഡീജനറേഷൻ ഉണ്ടാവും. അവിടെ റീജനറേഷൻ ഉണ്ടാകണം, പുതുക്കലുകൾ ഉണ്ടാകണം. അത് ഘടനാപരമായി പ്രതിപക്ഷം ചെയ്യേണ്ട പുതുക്കലുകൾ, അല്ലെ ഭരണപക്ഷം സ്വയം മാറേണ്ടത് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ പഴഞ്ചൊല്ല് പറയുന്നതുകൊണ്ട് മറ്റ് അർത്ഥത്തിലെടുക്കരുത്. ഇരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടതുപോലെ ഇരുന്നില്ലെങ്കിൽ അവിടെ പാറ്റ കയറിയിരിക്കും. എന്ത് അർത്ഥത്തിലല്ല അത് പഴഞ്ചൊല്ലുള്ളത് അറിയാമല്ലോ. ഒരു കാര്യമുണ്ട് സാർ, എനിക്ക് എല്ലാവരും പറയുന്നത് അരാഷ്ട്രീയവാദികൾ, അരാഷ്ട്രീയ ഒരു കൂട്ടം ആൾക്കാർ, അരാഷ്ട്രീയവാദികളായിട്ടുള്ളവർ ആം ആദ്മി പാർട്ടിയൊക്കെ അരാഷ്ട്രീയവാദികൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അരാഷ്ട്രീയം മുന്നിൽ വെച്ച് പോകുന്നു. അപ്പോൾ ഈ പരമ്പരാഗതമായി വർഷങ്ങളോളം ഇവിടെ പ്രവർത്തിച്ച് അഴിമതിയൊക്കെ നടത്തിയവരെ മാത്രമാണ് നമ്മൾ രാഷ്ട്രീയക്കാരെന്ന് പറയേണ്ടത്. ഈ ചെറിയ പുതിയ പാർട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അരാഷ്ട്രീയവാദികൾ എന്ന ഒരു മുദ്ര ചാർത്തി കൊടുക്കുന്നു? ഞാൻ ഒരു നിമിഷത്തേക്ക് ഒരു പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ആയിക്കോട്ടെ. അതെ, ഞാൻ 33 വർഷം സർവകലാശാല തലത്തിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ച ആളാണ്. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകത്തിൽ പഠിച്ചതും കുട്ടികളെ പഠിപ്പിച്ചതും എവ്രി ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് പൊളിറ്റിക്കൽ. ഓക്കെ, രണ്ടുപേര് സംസാരിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. അപ്പനും മകനും സംസാരിച്ചാലും വീട്ടിൽ പൊളിറ്റിക്സ് ഉണ്ട്, നാട്ടിലുണ്ട്, ഇവിടെ ഇറങ്ങിയാലും കടയിൽ ചെന്ന് സാധനം മേടിക്കുന്നതും പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി. യു ക്യാൻ സീ പൊളിറ്റിക്കൽ ഓവർച്യൂഴ്സ് ഇൻ ഓൾമോസ്റ്റ് എവ്രി ഹ്യൂമൻ ആക്ടിവിറ്റി. അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന വിശാലമായൊരു സങ്കല്പമാണ് പൊളിറ്റിക്സ്. അല്ലാതെ അങ്ങനെ പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർ പക്ക പൊളിറ്റിക്സാണ്. ഈ കുട്ടികൾ അല്ലെങ്കിൽ പാർട്ടി ഉയർത്തുന്നത് പക്ക രാഷ്ട്രീയമാണ്, അല്ലേ? നാടിൻ്റെ രാഷ്ട്രീയമാണ്, വികസന രാഷ്ട്രീയമാണ്, ഡിസിപ്ലിൻ്റെ രാഷ്ട്രീയമാണ്, അക്കൗണ്ടബിലിറ്റിയുടെ പൊളിറ്റിക്സാണ് ഉയർത്തുന്നത്. വിഷയം പൊളിറ്റിക്കലാണ്. അത് എഡ്യൂക്കേഷൻ എന്ന വിഷയം ഒരു ഉദാഹരണമാക്കുന്നതേ ഉള്ളൂ. പക്ഷെ 100% ഒരു രാഷ്ട്രീയ കക്ഷി എന്താണോ സംസാരിക്കേണ്ടത് അത് സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് എന്ന നിലയിൽ ആലോചിക്കുന്നു. അതിനെ എങ്ങനെയാണ് അരാഷ്ട്രീയം എന്ന് പറയുക? അന്നാ ഹസറുടെ മൂവ്മെന്റ് അരാഷ്ട്രീയ മൂവ്മെന്റ് എന്നും എങ്ങനെ പറയുക? എനിക്കതിലോട് വിശ്വാസമില്ല. അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ കക്ഷിയല്ല, പക്ഷേ അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം, അധികാരത്തിന് വേണ്ടി ശ്രമിക്കണം, അതാണ് രാഷ്ട്രീയ കക്ഷി, അല്ലേ? അവിടെ പ്രകടന പത്രിക ഉണ്ടാകണം, ഐഡിയോളജി ഉണ്ടാകണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. അത് ഭരണകൂടത്തിന്റെ ചെയ്തികളെ വിമർശിക്കുന്ന നിലപാട് എടുക്കുന്നവരെ പക്ക രാഷ്ട്രീയം എന്നല്ലേ പറയുക അവരെ. അപ്പൊ ഇവരെ എന്തിനാണ് ഇവർ ഉയർത്തുന്ന വിഷയം രാഷ്ട്രീയം തന്നെയാണ്. അവർ രാഷ്ട്രീയ കക്ഷിയല്ല, പക്ഷെ രാഷ്ട്രീയമാണ്. അതെ, അല്ലാണ്ട് എൻ്റെ അഭിപ്രായത്തിലും അത് തന്നെയാണ്. എൻ്റെ കുറേ നാളായുള്ളൊരു ചിന്ത ഇതാണ്, ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ തന്നെ രീതി മാറേണ്ടിയിരിക്കും. നമ്മുടെ സമരത്തിൻ്റെ രീതി മാറണം, പ്രതിഷേധത്തിൻ്റെ രീതി, അങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്രതിഷേധത്തിൻ്റെ രീതി മാറണം. ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചത് കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിച്ചത് കൊണ്ടോ 4 ആൾ കൂടി നിൽക്കുന്ന ആ ആൾബലത്തിൻ്റെ പിൻബലത്തിൽ ഒരാൾ പ്രതിഷേധമുയർത്തിയാൽ, ഉദാഹരണത്തിന് റോഡ് തടഞ്ഞ് സമരം ചെയ്യുകയാണ്, എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവനെ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കും. അറിയാം നമുക്ക്. എന്തിനും വേറെ ഇഡിക്ക് പോലും രക്ഷയില്ലാത്ത കാലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സംഘടിതമായി മറ്റുള്ളവനെ ആക്രമിക്കാനുള്ള നല്ല രാഷ്ട്രീയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രതിഷേധത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ പണിമുടക്ക് നടത്തുന്നതല്ല രാജ്യസ്നേഹമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ട പ്രതിഷേധ രീതി. അപ്പോൾ മാറേണ്ടിയിരിക്കുന്നു. ഇന്ത്യ മസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ് മസ്റ്റ് ചേഞ്ച്. അതാണ് ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ മുൻകാല ചെയ്തികൾ അണ്ണാ ഹസാരെ പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഇത് ഈ മാറണമെന്ന് പറയുന്നത് ആരാണ്? ഈ മാറ്റം ആഗ്രഹിക്കുന്നത് ഈ അധികാരത്തിന്റെ അപകർഷണം നുകരാനാവാതെ പോകുന്നവർക്ക്, ഒരു നിരാശാബോധം വന്നവർക്കാണ് മാറ്റം ആവശ്യമുള്ളത്. രാഷ്ട്രീയ കക്ഷികൾ സ്വയം മാറില്ല. സ്റ്റേറ്റസ് കോയിൽ അഭിരമിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. പക്ഷേ യൂത്ത് സ്റ്റേറ്റസ് കോയ്ക്ക് എതിരെ നിൽക്കുന്നവരാണ്. ഈ നിലവിലെ പാരഡൈം മാറിയെങ്കിൽ മാത്രമേ അവർക്ക് ദേ ക്യാൻ ബാസ്ക് ഇൻ ഗ്ലോറി.
ഒരു പാരഡൈം മാറാൻ ഈ ഓൾഡ് ഗാർഡ് രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവില്ല. അവിടെയാണ് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് എന്ന യെസ്. പ്രതിപക്ഷം. അത് പ്രതിപക്ഷം തന്നെയാണ്. അത് രാഷ്ട്രീയ പ്രതിപക്ഷമല്ല, പൊളിറ്റിക്കൽ പാർട്ടി എന്ന പ്രതിപക്ഷമല്ല, സിവിൽ സൊസൈറ്റി മൂവ്മെന്റ്. അതിനെക്കുറിച്ചാണ്, അങ്ങനെയുള്ള മൂവ്മെന്റ്സിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ സിവിൽ സൊസൈറ്റി മൂവ്മെന്റായി ഈ പാർട്ടി വരും, ഈ കോക്രോച്ച് ജനത എന്ന മൂവ്മെന്റ് വരുമോ? അത് പിന്നീട് ഒരു പാർട്ടിയുടെ ഒരു രൂപം കൈവരിക്കുമോ? പാർട്ടി രൂപം കൈവരിച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ച അതേ കാര്യം പാർട്ടി വന്നാൽ എന്താണ് സംഭവിക്കുക? തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണം, പ്രചരണം നടത്താം, അല്ലെങ്കിൽ പിന്നെ ഒരു ചാണ്ടിയോമനായിരിക്കണം. ഒരു പ്രചരണവും ആ രീതിയിൽ വേണ്ട, ഞാൻ അൺകൺവെൻഷനൽ ബാനർ വേണ്ട, പോസ്റ്റർ വേണ്ട, ഒരു സൈക്കിളും ഞാനും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആൾക്കാരെ കണ്ടോളാം. അപ്പം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ സഹതാപ തരംഗത്തിൽ 36,000 വോട്ട് ജയിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ 52,000 വോട്ടിന് ജയിച്ചത് സഹതാപമല്ലല്ലോ. അത് ഒരു പക്ഷേ ദ പവർ ഓഫ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എൻ അപ്രോച്ച്. അവർ ജനം അത്രയ്ക്ക് ഷാർപ്പാണ്. ഇപ്പൊ ഭാരതത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മാറിയ ഒരു ചിത്രം കൊടുക്കാനുണ്ടെങ്കിൽ, ജനഹൃദയത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന പുതിയൊരു പന്ഥാവ് വെട്ടിത്തുറക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഒരു മൂവ്മെന്റിന് ഭരണകൂടത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയും. ഭരണകൂടത്തെ മാറ്റുന്നത് രാജ്യവിരുദ്ധതയാണ് എന്ന് പറയുമ്പോഴാണ് അതിൽ ജനാധിപത്യ വിരുദ്ധത. ഇപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ? ഭൂരിപക്ഷത്തിന്റെ ഹിതം ന്യൂനപക്ഷങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപാധിയായി ജനാധിപത്യം മാറിയില്ലേ? ഇനി അതുമാത്രമല്ല, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബന്ധും ഹർത്താലും ഒക്കെ. സംഘടിത ന്യൂനപക്ഷം അസംഘടിത ഭൂരിപക്ഷത്തിനെതിരെ വിളയാട്ടം നടത്തുന്ന, തേരോട്ടം നടത്തുന്ന അപൂർവ നിമിഷങ്ങളാണ് ബന്ധും ഹർത്താലും ഒക്കെ. ആ രീതിയിൽ രാജ്യം പോകുന്നതിന് എതിരെയാണ് പൊതു മനസാക്ഷി. അതാണ് ജനറൽ വിൽ. ആ വില്ലിന്റെ എക്സ്പ്രഷനാണ്, പതാകവാഹകരാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന കോക്രോച്ച് പാർട്ടി. അപ്പൊ ഇതിനെ ആ സെൻസിൽ കൂടെ കാണുക, സമഭാവനയോടെ കാണുക, അല്ലാതെ അവരെ രാജ്യവിരുദ്ധരായിട്ട് കാണാതെ ഇവർ പറയുന്ന വിഷയങ്ങളെ മാത്രം. കോക്രോച്ച് ജനതാ പാർട്ടി അംഗീകരിക്കേണ്ട, പക്ഷേ അവർ ഉയർത്തുന്ന വിഷയങ്ങളിൽ ന്യായമുണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ പിന്നെ പാറ്റ ഇല്ല. അതാണ്, പാറ്റയെ വേണോ വേണ്ട എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാറ്റയെ സഹിക്കേണ്ടി വരും. അല്ലെ പാറ്റ ഇവിടെ കയറി ഇറങ്ങി നിരങ്ങും എന്നുള്ള നെഗറ്റീവ് സെൻസിലല്ല. അവരൊരു അരാജക, ഒരു നേതാവില്ല. ഈ സാമൂഹ്യ മാധ്യമത്തിന് നേതാവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജൈവികമായി ഉണ്ടായി വരുന്ന ഒരു നേതാവില്ല. സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾക്ക് എന്ത് നേതാവ്, എന്ത് അക്കൗണ്ടബിലിറ്റി? ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി? വലിയ പ്രകടനം നയിക്കുന്നു, കുറെ കാറുകളും വാഹനങ്ങളും കടകളും തല്ലിപ്പൊളിക്കുന്നു. ആരാണ് ഉത്തരം പറയുക? ഇത് മോബാണ്. മോബോക്രസി നമുക്ക് ആവശ്യമില്ലല്ലോ. നമുക്ക് വേണ്ടത് ഘടനാപരമായി, രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ ഒരാൾ കോൾ ഫോർ ചെയ്യുന്നു, അയാൾ റെസ്പോൺസിബിൾ ആണ്, പാർട്ടിക്ക് നേതാവുണ്ട്, അല്ലെങ്കിൽ MLA-മാരുണ്ട്, MP-മാരുണ്ട്, ചോദ്യം ചെയ്യാൻ ആളുണ്ട്. ഇവർ കോക്രോച്ച് ജനതാ പാർട്ടി, അഭിജിത്ത് ഒറ്റയാളുടെ പേരല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. വേറെ ആരാണ്? അവർക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ടോ, ഏരിയ കമ്മിറ്റി ഉണ്ടോ, ബൂത്ത് കമ്മിറ്റി ഉണ്ടോ? അവർക്ക് എന്താണുള്ളത്? ഇതൊരു ആൾക്കൂട്ടമാണ്, അല്ലെങ്കിൽ ആൾക്കൂട്ടം പോലുമല്ല, അതൊരു ആൾക്കൂട്ടമായി മാറാൻ പോകുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ഒരു പക്ഷേ അങ്ങനെ പോകാനാവില്ല. അതുകൊണ്ടാണ് അതിന് അവർ ഉയർത്തുന്ന വിഷയങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകണം. എലിസിറ്റിംഗ് പബ്ലിക് ഇൻഫർമേഷൻ, അല്ലെ എലിസിറ്റിംഗ് ഒപ്പീനിയൻ, നേഷൻ വൈഡ് ഒപ്പീനിയന് വേണ്ടി ഇതുപോലെയുള്ള നമ്മളിപ്പോൾ നടത്തുന്ന പോലുള്ള ചർച്ചകൾ ദേശവ്യാപകം, അല്ലെ ആരെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ടോ ഒന്നുമല്ല, ദേശവ്യാപകമായി വിഷയങ്ങൾ സംസാരിക്കപ്പെടണം. ഇങ്ങനെ വരുമ്പോൾ ഈ റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് ആണ്, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ പാർട്ടി നാളെ അധികാരത്തിൽ വരുമോ, BJP പുറത്തു പോകുമോ, ഇതൊന്നും അല്ല വിഷയം. ഇന്ത്യക്ക് ഒരു ഭാവി ഉണ്ടാവണം, നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകണം. അതെ, നമ്മുടെ പരാതികൾ പരിഹരിക്കപ്പെടണം, അഡ്രസ്സ് ചെയ്യണം, അതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും. എന്തായാലും പാർട്ടിയെ കൂറപ്പാർട്ടി എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളരുത്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്നൊരു മണ്ടത്തരം അതാണ്. അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ മെറിറ്റിനനുസരിച്ച് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, അഡ്രസ്സ് ചെയ്യുക. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ, അവരാണ് നാളെയുടെ കരുത്ത്, അല്ലെങ്കിൽ ഇന്ന് മുന്നോട്ട് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. ഈ യുവജനതയ്ക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷമതകൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, ഇതൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ, സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ വരുന്നത്. അവരുടെ ഉദ്ദേശശുദ്ധി സംബന്ധിച്ചുള്ള പല ചർച്ചകളും ചോദ്യങ്ങളും ഉയർന്നുണ്ടെങ്കിൽ തന്നെയും അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. ആ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി കരുതിയിരിക്കുക, അവർ കരുത്താർജിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ അംഗസംഖ്യ കൂടും. അത്
ഇൻ്റർനെറ്റിൽ മാത്രമായിരിക്കില്ല, ഡിജിറ്റൽ മീഡിയയിൽ മാത്രമായിരിക്കില്ല, അവർ മണ്ണിലേക്ക് ഇറങ്ങും. ഇന്ത്യയുടെ മണ്ണ്, ഇന്ത്യയുടെ തെരുവുകൾ അവർ കീഴടക്കുന്ന കാലം വിദൂരമല്ലാതായി മാറും. അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ ഇപ്പോൾ ഭരിക്കുന്നവരാണെങ്കിലും മറുപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിലും ശ്രമിക്കേണ്ടത് അനിവാര്യതയാണ്. അല്ലാതെ പിന്നീട് രാഷ്ട്രീയവാദികൾ രാജ്യം കീഴടക്കി എന്ന് പറഞ്ഞ് പരിതപിച്ചിട്ട് കാര്യമില്ല. പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്താൽ ഇത് പരിഹരിക്കപ്പെടുന്നതായിരിക്കും. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.